ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖം നന്നായി വെളുക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തെല്ലാം നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ചെറുപയർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിത് നന്നായി പൊടിയായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചാൽ ദിവസവും എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. പൊടിച്ച് വെക്കുക എന്നാണെങ്കിൽ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നിങ്ങൾ അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറുപയർ പൊടി എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്നതിന് പകരം ഈ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയാൽ കുറച്ചും കൂടിയും നല്ല റിസൾട്ടായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ എപ്പം പൗഡർ പോലെയുള്ള അരിപ്പൊടി എടുക്കണം. തരിതരിപ്പുള്ളത് ഒരിക്കലും എടുക്കരുത്. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നമ്മളിതൊന്ന് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. ഇനി നന്നായി അടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മുഖത്തും കഴുത്തിനെല്ലാം തേക്കേണ്ട രീതിക്കുള്ളത് മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഒരു ടേബിൾ സ്പൂണോളം പയറുപൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതേപോലെ ഫേസിൽ മാത്രമല്ല കംപ്ലീറ്റ് ബോഡിയിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് ബോഡിയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. സോപ്പിന് പകരം യൂസ് ചെയ്യുക. അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണിത്. അപ്പോൾ നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് നല്ലൊരു മസാജ് കൊടുത്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 25 മിനിറ്റ് എങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാത്രം നിങ്ങൾ ബോഡിയിൽ വെച്ചാൽ മതി. അതിനുശേഷം സാധാരണ കുളിക്കുന്നത് പോലെ കുളിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളിത് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് ഫേസിൽ നിന്ന് സോപ്പ് ഇട്ടിട്ട് കഴുകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 25 മിനിറ്റിന് ശേഷം ഇത് കഴുകിയെടുക്കുകയാണ്. നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് വേണം കഴുകിയെടുക്കുന്ന സമയത്ത്. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. പക്ഷേ ആ ഒരു ഗ്ലോ പെർമനൻ്റ് ആയിട്ട് നിൽക്കില്ല. 24 അവർ മാത്രമേ ആ ഒരു ഗ്ലോ ഉണ്ടാവും. ആ ഗ്ലോ പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡെയിലി യൂസ് ചെയ്യാന്നാണെങ്കിൽ മുഖത്തെ കറുത്ത പാടും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല സോഫ്റ്റും ക്ലിയറും ആവാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കൈകളിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഫേസിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്നറിയിക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഓരോ രീതിക്കായിരിക്കും റിസൾട്ട് ഉണ്ടാകുക. അതെല്ലാവരും മനസ്സിലാക്കുക. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ റിസൾട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്